കണ്ടു കഴിഞ്ഞാൽ ഒരു മഞ്ഞ് പെയ്തതിൻ്റെ ഒരു അടയാളം പോലും ഇല്ല. അതാണ് അവസ്ഥ. ഫുള്ള് കരിഞ്ഞുണങ്ങി നിൽക്കണ കണ്ട. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളൊക്കെയാണ്. ഇതിലൂടെ എന്താണ് കാണുക? കല്ലുകൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുത്തതോ? ഇതെന്ത് സാധനമാണെന്ന് പിടികിട്ടുള്ളല്ലോ. ഇതെന്താ കൂണ? ആമയുടെ പാല് കണ്ടോ? അതിനെ മുട്ട നോക്കും. ദിനോസറിന്റെ പല്ലാണോ? ആമയുടെ അസ്ഥി കൊണ്ട്. അപ്പോൾ ഇന്നും നമ്മളൊരു പുതുമയുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള തണുത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം നല്ല തണുപ്പാണ്. ഇനി സമയം കഴിയുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ ഇനി വർത്താനം പറഞ്ഞ് സമയം കളയണ്ടല്ലേ, നമുക്ക് വേഗം തന്നെ പോകാം. കുറേ ദിവസമായില്ലേ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂജേഴ്സി തന്നെയുള്ള ന്യൂജേഴ്സിയുടെ ക്യാപിറ്റലായിട്ടുള്ള ട്രെൻറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണോ നമ്മൾ പോണത്. അപ്പോൾ ന്യൂജേഴ്സി തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉൾവഴികളിലൂടെയും അത് കഴിഞ്ഞ് ഹൈവേയിലൂടെയൊക്കെ കടന്നതിന് ശേഷമാണ് നമ്മൾ ട്രെൻറ്റണിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് തലസ്ഥാന നഗരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര വലിയ തിരക്കൊന്നും കാണണമെന്നില്ല. ഇത് കണ്ടില്ലേ, മൊത്തത്തിൽ ഒരു ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അധികം മനുഷ്യന്മാരൊന്നും ഇവിടെ അങ്ങനെയില്ല. ഫുള്ള് കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റേറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് കാണാണ്ട് ഇതാണ് കേട്ടോ ഇവിടെ ന്യൂജേഴ്സി സ്റ്റേറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗവർണറുടെ ഓഫീസും പിന്നെ അതുപോലെ തന്നെ നിയമസഭ സർക്കാർ പ്രവർത്തനങ്ങളൊക്കെ നടക്കണ കെട്ടിടമെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കയറി കാണാം. പക്ഷേ എങ്കിലും നമ്മൾ ശനിയാഴ്ച പോയതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ അവിടെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ വന്നേക്കണം സ്റ്റേറ്റ് മ്യൂസിയം ഉള്ളത്. ഇതേ കാണാണ്ട ഈ സംഗതി കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പോണത് ന്യൂജേഴ്സി ഒറിജിനൽ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്കാണ്. അതായത് ന്യൂജേഴ്സിയിലെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. ഇതിങ്ങനെ ഒരുപാട് മുറികളിലായിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കുറേ ഐറ്റംസുകൾ ചില്ലുകൂട്ടിലായിട്ടും കുറേ ചിത്രങ്ങളായിട്ടും കുറേ വീഡിയോകളായിട്ടും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ ഹണ്ടിങ്ങിനും ഫിഷിങ്ങിനും ഫാമിങ്ങിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഐറ്റംസുകളൊക്കെയാണ്. അതായത് അവരുടെ ഡെയിലി ലൈഫിൽ അവരെന്തൊക്കെയാണോ ഉപയോഗിച്ചിരുന്നത് അതൊക്കെയാണ് ഇവരിങ്ങനെ കൊടുത്തേക്കണത്. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണൂലേ, അതൊക്കെ തന്നെ സംഗതികൾ. എന്തായാലും പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൊടുത്തേക്കണത് കാണുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോരോ ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ കുറേ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വല്ലവർക്കത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചില ഐറ്റംസുകൾ ഇങ്ങനെ ചില്ലുകൂട്ടിലാവുമ്പോൾ അത് തൊടാൻ പറ്റില്ലല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ മ്യൂസിയത്തിൽ കയറുമ്പോൾ. പക്ഷേ ഇവിടെ ചില ഐറ്റംസുകൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ, അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇതന്ന് ഉപയോഗിച്ചിരുന്ന ഓരോരോ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം 10,000 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് കേട്ടോ ഇവർ പറയണത്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ അതേ പണ്ടൊക്കെ ഇങ്ങനെ കുഴിന്ന് കുഴിച്ചെടുത്ത ഓരോ ഐറ്റംസുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ കുഴിയുടെ ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ആ കുഴിന്ന് നമ്മൾ മാന്തി എടുത്തതാണോ ഇതൊക്കെ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുമാതിരിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്യാം കേട്ടോ, അതുമാതിരിയാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണത്. അതിൻ്റെ കുറേ ഫോട്ടോസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇങ്ങനെ ചരിത്രങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്തായാലും ഞങ്ങൾ അതൊന്നും വായിച്ചു നോക്കില്ല, ജസ്റ്റ് ഇതൊക്കെ കണ്ട് കുറേ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എന്തോരം ഉണ്ടായിരുന്നു, നടന്ന് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു. എന്തായാലും മ്യൂസിയം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 നില ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ നിലകളിലും ഓരോരോ സെക്ഷനായിട്ടാണ് ഇവർ തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കുറേ നടന്ന് കണ്ടു.
ഇവിടെ കാണിക്കുന്നത് ന്യൂജേഴ്സിയിലോ അതോ അമേരിക്കയോ ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസുകളൊന്നും അല്ല. ഇത് ലോകത്തിലെ മൊത്തത്തിലുള്ള പല പല കൾച്ചറിലുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് സയൻസ് പരമായിട്ട്, ഹിസ്റ്ററി പരമായിട്ട്, ആർട്ട് പരമായിട്ട്, കൾച്ചർ പരമായിട്ട് എല്ലാ രീതിയിലുള്ള ഐറ്റംസുകളൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ ഈ കാണാണ്ടില്ലേ, ഈ പടത്തിൽ കാണുന്ന ഈ വഞ്ചി അതാണ് കേട്ടോ അവർ ആ താഴെ കൊടുത്തേക്കണത്. അത് ഒറിജിനൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുത്തേക്കണത്. അന്നിങ്ങനെ ആ വഞ്ചിയിലാണത്രേ അവർ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവരുടെ കുറേ ആഭരണങ്ങളും അവരെഴുതിയ എഴുത്തുകുത്തും പിന്നെ അവരുടെ വസ്ത്രങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഇതൊക്കെ ഇങ്ങനെ ചില്ലുകൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓൾ ഇൻ ഓൾ മ്യൂസിയം എന്നാണ് കേട്ടോ ഇതിനെ പറയണത്. എല്ലാം കൂടി ഉൾപ്പെടുത്തിയേക്കണോണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പോൾ നമ്മൾ വന്നേക്കണത് ഇന്ത്യൻ കൾച്ചറിൻ്റെ കുറേ ഐറ്റംസുകളൊക്കെ വെച്ചേക്കണ ഒരു റൂമിലാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ആ ഒരു വസ്ത്രങ്ങളും പിന്നെ ഉള്ള ആയുധങ്ങൾ, പാത്രങ്ങൾ, അതൊക്കെയാണ് അങ്ങനെയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കണ ഇന്ത്യൻ ഐറ്റംസ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ അതേ ഓരോ ഫ്ലോറിലെയും ഓരോരോ ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണതാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ഇങ്ങനെ പക്ഷികളൊക്കെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഓരോ സീസണിലും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ് കൊടുത്തേക്കണത്. ഇതൊന്നും ഒറിജിനൽ അല്ലാണ്ട്, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഡമ്മി പോലെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്കണതാണ്. കുറേ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ അതേ ഈ കാണുന്നത് പാമ്പുകളാണ് കേട്ടോ. ഇവിടെ ഇത്തരം പാമ്പുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമ്മൾ ഇതുവരെയും അങ്ങനെ പാമ്പുകൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ദേ ആ കാണണ്ട, ഈ ഒരു കുഞ്ഞു പാമ്പിനെ നമ്മൾ ഒരു തവണയും കണ്ട് എന്തോ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഇതുവരെ ഒരു പാമ്പിനെ ഒന്നും നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. തണുപ്പുള്ള സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്ന പല ടൈപ്പ് പക്ഷികൾ, മൃഗങ്ങൾ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ചിലത് വംശനാശം സംഭവിച്ചിട്ടുണ്ടാവും, ചിലത് ഇപ്പോഴും ഉണ്ടാവും, ചിലത് ഇങ്ങനെ വന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് പെട്ടതുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ കുറേയൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറേ ഉണ്ടായിരുന്നതേ കാണാനായിട്ട്. ഇവർ ഭയങ്കര ചരിത്രങ്ങൾ മൊത്തത്തിലാണ് ഇവരെല്ലാം ഇങ്ങനെ മ്യൂസിയം പോലെ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. ഇത് കണ്ടില്ലേ, ഇത് ആമകളുടെ ഒരു സെക്ഷനിലേക്കാണ്ടോ വന്നേക്കണത്. പല ടൈപ്പ് ആമകൾ. ഈ ആമയുടെ വാല് നോക്കിക്കണ്ടേ എന്ത് നീട്ടോണെന്ന് പറഞ്ഞാൽ. ഇത്രയും നീട്ടമുള്ള വാലുള്ള ആമേനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടേക്ക് ഉണ്ടാവണതായിരിക്കും. ഈ സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് കൊടുക്കാൻ മറന്നുപോയില്ലേ ആരും. ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ വെള്ളത്തിലുള്ള ജീവികളെയൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ. നേരത്തെ ആമേനെ കണ്ടു, ഇത് ഞണ്ട്. അപ്പം അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോണത് ഈഗിളില്ലേ, അതിനെയാണ് കേട്ടോ. ഇത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈഗിളിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു ഈഗിളിങ്ങനെ മരത്തേൽ മൊത്തത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മാനിനെ വീഡിയോ എടുക്കാൻ പോണ മാതിരിയാണ്, നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങളങ്ങോട്ട് പറന്നു പോവുമല്ലോ. ഇപ്പം നമ്മളൊരു ആയുധത്തിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് വന്നേക്കണത്. ഇവരുടെ കുറേ തോക്കുകളും വാളുകളും ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കൂടുതലെല്ലാം ഒന്നും എടുത്ത് കാണിക്കണില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറിങ് ആവൂലേ, അതുകൊണ്ടാട്ടോ കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോകാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ നടന്ന് മക്കളെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് എത്തിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. അതായത് ദിനോസറിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നേക്കണത്. ഫസ്റ്റ് തന്നെ കണ്ടില്ലേ, വലിയ കോട്ടൊരു വായ. ഇതെല്ലാം ഒറിജിനലൊന്നും അല്ല കേട്ടോ. ഇതിൽ ചില ഐറ്റംസുകൾ മാത്രമേ ഒറിജിനലായിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇതൊന്നും അങ്ങനെ ഒറിജിനലായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത്രയും വലിയ ഐറ്റംസുകളൊക്കെ ഭയങ്കര റെയർ അല്ല. അതൊക്കെ എങ്ങനെയാണ് ഒപ്പിക്കുക? ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ദിനോസറിൻ്റെ വണ്ണവും പൊക്കവും അതിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇത് ഒറിജിനൽ അല്ല എന്നുള്ളൂ. അതേ രീതിയിൽ ഇവരിങ്ങനെ ആക്കി വെച്ചേക്കണം. ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. അതുമാതിരത്തെ രീതിയിലാണ് ഇവരിതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. ഇത് ആമയാണ് കേട്ടോ. ഇതിൻ്റെ ആമയുടെ ആ ഫോസിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ്. ആ ഗ്ലാസ്സിലാക്കി വെച്ചേക്കണതൊക്കെ ഒറിജിനലായിട്ടാണ് കൊടുത്തേക്കണത്. പിന്നെ ഈ പുറത്ത് വെച്ചേക്കണത് ഒറിജിനൽ അല്ല. അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. പിന്നെ കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് വലിയ രീതിയിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കൊടുത്തേക്കണത്. ഇതിൽ കുറേ മൃഗങ്ങളൊക്കെ വംശനാശം സംഭവിച്ചതൊക്കെയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് അയ്യോ ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതേ രീതിയിലുള്ള ഇങ്ങനെ പല ഷേപ്പിലും നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു രൂപം നോക്ക്. കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ അത്ഭുതം തോന്നി ഇങ്ങനെ നോക്കിപ്പോവും കേട്ടോ നേരിട്ട് കാണുമ്പോഴത്തേനും.
അങ്ങനെ കുറേ ഉണ്ടായിരുന്നത് ഇങ്ങനെ ചുറ്റി കാണാനായിട്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു സ്കൈ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ധൃതി പിടിച്ച് പോവുകയാണ്, നേരം വൈകിയാലോ എന്ന് വിചാരിച്ച്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ല, ഒരു സിനിമാ തിയേറ്റർ പോലെ നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ തലയുടെ മുകളിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷോ നടക്കണത്. ഇങ്ങനെ ഫുള്ള് സ്കൈ കണ്ടില്ലേ, മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ പോലെ വെച്ചേക്കണത്. അപ്പം ഞങ്ങളിങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. The planet up from what the equilibrium temperature would be is because of what many of us have probably heard of as the greenhouse effect. And so the sun is giving off light, and that light comes down to the earth. Some of it gets reflected by clouds, some of it gets reflected by corresponding to periods of about 2.5. It's 11-year solar cycle, so there is some 11-year variability, but that is on the order of 0.1%. ഏകദേശം 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോ. വളരെ വ്യക്തമായിട്ട് തന്നെ ആൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ കാണാനുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഇത് ക്ലോസ് ചെയ്തിട്ടുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഹിസ്റ്ററി പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവുള്ളൂ കേട്ടോ. അല്ലാത്തവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ആ ഓരോരോ പഴയ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കണ കാണുമ്പോഴേ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് റൊട്ടിയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഈ അറബിക് റെസ്റ്റോറൻറ്റിൽ വന്നാൽ അങ്ങനെയാണ്, കുറേ റൊട്ടിയൊക്കെ ഫസ്റ്റ് തന്നെ തരും. അതിനുശേഷം നമ്മളിതേ വേറെ എന്തോ ഒരു സ്നാക്ക് ഇടും. നമ്മളവിടെ കണ്ടപ്പോൾ അങ്ങനെ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ വിത്ത് റൈസ് പ്ലസ് സാലഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ വിത്ത് റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പാത്തൂന് ഇതേ കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഇതേ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തിന്നാനുള്ള വയറില്ല കേട്ടോ, അതുകൊണ്ട് അത് പാർസലായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ മ്യൂസിയത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ നാളായിട്ട് ആ മ്യൂസിയം കാണാനായിട്ട് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ന്യൂജേഴ്സിയിൽ ഇവിടെ അടുത്ത് ഒരു മ്യൂസിയം ഉള്ളപ്പോൾ അത് കാണാൻ പോകണ്ടേ. പിന്നെ പ്രത്യേകിച്ച് പിള്ളേർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.